രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തി. രാവിലെ അസമിലെ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷമാണ് മണിപ്പൂരിലെത്തിയത്. കലാപബാധിതരെയും ഗവർണറെയും കാണും. രാഹുൽ ഗാന്ധിയുടേത് ദുരന്തഭൂമിയിലെ വിനോദയാത്രയെന്ന് ബിജെപിയുടെ പരിഹാസം. വിനീത വിജി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനീത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തിയിരിക്കുന്നു. 11 കാലങ്ങളോടുകൂടിയാണ് അദ്ദേഹം മണിപ്പൂരിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യം അദ്ദേഹം അസമിലേക്ക് എത്തിയിരുന്നു. അവിടെ കഴിഞ്ഞ ദിവസം പ്രളയക്കെടുതിയൊക്കെ രൂക്ഷമായിരുന്നു. തുടർന്ന് നിരവധി പേർ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ തന്നെ കഴിയുന്നുണ്ടായിരുന്നു. അവരൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം മണിപ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ അദ്ദേഹം ദുരന്ത ബാധിതരെയൊക്കെ തന്നെ നേരിൽ കാണും. മണിപ്പൂർ ഗവർണറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീട് അദ്ദേഹം അവിടെ പാർട്ടി പ്രവർത്തകരെയും ഒക്കെ കാണുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് അതായത് പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശനമാണ് ഇന്ന് മണിപ്പൂരിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഇതിനു മുൻപ് 2 തവണയും അദ്ദേഹം മണിപ്പൂർ സന്ദർശിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് മണിപ്പൂരിൽ ഈ കലാപം രൂക്ഷിതമായി നിന്നൊരു കാലഘട്ടത്ത് ആ സമയത്ത് ഒരുപക്ഷെ ആദ്യമായി അവിടെ എത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര അത് തുടക്കം കുറിച്ചതും മണിപ്പൂരിൽ നിന്ന് തന്നെയായിരുന്നു. ഇന്നിതാ ഇപ്പോൾ അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവായതിനു ശേഷം വീണ്ടും ഒരിക്കൽ കൂടി മണിപ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ അദ്ദേഹം ആളുകളുമായി സംസാരിക്കും. ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട് എങ്കിൽ അത്തരമുള്ള നടപടികളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലേക്കുള്ള പ്രത്യാശയ്ക്കൊക്കെ കൂടി വഴിവെക്കുന്നത് തന്നെയാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച. പക്ഷേ അതേസമയം രാഹുലിന്റെ ഈ യാത്രയ്ക്കെതിരെ ബിജെപി ചില ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെയായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ദുരിത മേഖലയിലേക്ക് നടത്തുന്ന ഒരു വിനോദയാത്രയാണ് രാഹുൽ ഗാന്ധിയുടേതെന്നാണ് ബിജെപി ഇതിനോടകം തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് മണിപ്പൂരിൽ ഇത്തരം കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അന്നൊക്കെ ഒരു കോൺഗ്രസ് നേതാവ് പോലും, അത് കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന സമയത്തായിരുന്നു, എന്നിട്ട് പോലും ഒരു കോൺഗ്രസ് നേതാവ് അവിടെ സന്ദർശനം നടത്തിയിരുന്നില്ല എന്നൊക്കെയാണ് ബിജെപി ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ പാർലമെന്റിൽ ഈ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി സംസാരിക്കണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷാംഗങ്ങൾ അന്ന് പാർലമെന്റിൽ ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അത്തരം ആവശ്യങ്ങളൊക്കെ പറഞ്ഞൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മണിപ്പൂരിലെത്തി സന്ദർശനം നടത്തുന്നത്. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്നും ചേർന്നത്.